വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫംഗ്ഷൻ? ഒന്നാമത് നോക്കുക. 2 1 5 1 8 1 11 1 14 1 17 1. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. ഇവിടെ 2 ഒന്നിനോട് റിലേറ്റഡ് ആയിരിക്കുന്നു, 5 ഒന്നിനോട് റിലേറ്റഡ് ആയിരിക്കുന്നു, 8 ഒന്നിനോട് റിലേറ്റഡ് ആയിരിക്കുന്നു. 2ഉം 5ഉം 8ഉം 11ഉം 14ഉം 17 എലമെന്റ്സ് ഓഫ് ദി ഡൊമൈൻ. ഓക്കെ, അടുത്തത് ഇവിടെ ഓരോന്നിനും, അതായത് എക്സിലുള്ള എല്ലാ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പൊ 2ന് ഒരു ഇമേജ് ഉണ്ട്, 5ന് ഒരു ഇമേജ് ഉണ്ട്, 8ന് ഒരു ഇമേജ് ഉണ്ട്, 11ന് ഒരു ഇമേജ് ഉണ്ട്, 14ന് ഒരു ഇമേജ് ഉണ്ട്, 17ന് ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ നമ്മൾ സെറ്റ് രീതിയിൽ റെപ്രസെന്റ് ചെയ്താലും എന്തായിരിക്കും? 2 5 8 11 14. ഓക്കെ, എല്ലാത്തിനും മണ്ണിനോടാണ് റിലേഷൻ ആയിരിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, എന്തായിരിക്കും? എലമെന്റ്സ് ഓഫ് ദി ഡൊമൈൻ ഓഫ് ദി ഗിവൺ റിലേഷൻ ഹാവ് യുണീക്ക് ഇമേജ്. ദിസ് റിലേഷൻ ക്യാൻ ബി കോൾഡ് എന്താണ്? ഫംഗ്ഷൻ. അവിടെ ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ആദ്യത്തെ വാല്യൂ, റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് 2 2 1 4 2 6 3 8 4 10 5 12 6 14 7. എലമെന്റ്സ് ഓഫ് ദി ഡൊമൈൻ ഹാവ് യുണീക്ക് ഇമേജ്. അതായത് 2ന് ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്, 4ന് ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്, 6ന് ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്, 8ന് ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്, 10ന് ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്, 12ന്, അതായത് എല്ലാ വാല്യൂന്റെ ഹാഫ് ആണ് അവിടുത്തെ റിലേഷൻ. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റിലേഷൻ ഏകദേശം ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഓഫ് എക്സ്, ഏത് എക്സ് എടുത്താലും അതിന്റെ ഹാഫ് വാല്യൂ എടുക്കുക. 2 എടുത്താൽ അതിന്റെ ഹാഫ് 1, 4 എടുത്താൽ അതിന്റെ ഹാഫ് 2, 6 എടുത്താൽ അതിന്റെ ഹാഫ് 3, ഓക്കെ, 8 എടുത്താൽ അതിന്റെ ഹാഫ് 4, 10 എടുത്താൽ അതിന്റെ ഹാഫ് 5. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതായത് ഗിവൺ യുണീക്ക് ഇമേജ്, അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാം. അപ്പം അങ്ങനെ ഒരു യുണീക്ക് ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് വിളിക്കും. ഇപ്പോൾ പ്രീവിയസ് കേസിലാണെങ്കിൽ, ഫസ്റ്റ് കേസിൽ എനിക്ക് എഫ് ഓഫ് എക്സിന് പകരം ഞാൻ 1 എന്ന് വിളിച്ചാൽ മതി. ഏത് എക്സ് എടുത്താലും നമ്മൾ 1 ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട്. ഇൻപുട്ട് ആയിട്ട് എക്സ് എടുത്താൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എത്ര കിട്ടുന്നു? 1 കിട്ടുന്നു. അതും ഫംഗ്ഷൻ ആണ്. പക്ഷെ അടുത്ത് നോക്കുക. അപ്പം ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് എക്സ് വാല്യൂ ആണ്, റേഞ്ച് സെറ്റ് ഓഫ് ഏതാണ്? വൈ വാല്യൂ ആണ്. ലാസ്റ്റ് വാല്യൂ നോക്കുക, 1 3 1 5. ഇവിടെ ശ്രദ്ധിക്കുക, 1 ഹാസ് കറസ്പോണ്ടിങ് 2 ഡിഫറെന്റ് ഇമേജ്. അതൊരിക്കലും പോസിബിൾ അല്ല. അതായത് ഒരു വാല്യൂവിന് 2 ഇമേജ്, അതായത് 1ന് 3ഉം 1ന് 5ഉം എന്നുള്ളൊരു ഒരിക്കലും എന്തല്ല? പോസിബിൾ അല്ല. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഗിവൺ ടൈമിൽ നമ്മളിങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് യുണീക്ക് ഇമേജ് വേണ്ടത്? നമ്മൾ ടൈം ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 3 AM ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, 15 ഡിഗ്രി സെൽഷ്യസ്. 4 AM കറസ്പോണ്ടിങ് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സെയിം ടൈമിൽ തന്നെ ആരാ പറയണം? 4 AM 15 ഡിഗ്രി സെൽഷ്യസ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? ലോജിക്കലി ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. അതായത് ഒരു ഗിവൺ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെമ്പറേച്ചറെ കാണുള്ളൂ. ഒരു ഗിവൺ ടൈമിൽ ഒരിക്കലും 2 ടെമ്പറേച്ചർ ഉണ്ടാകില്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് വന്നു യുണീക്ക് ഇമേജ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതാണ് അതിന്റെ ലോജിക്. അതായത് ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ, എക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ വൈയിൽ കാണണം. 3 AM കറസ്പോണ്ടിങ് ആയിട്ട് 15 ഡിഗ്രി സെൽഷ്യസ്, 4 AM കറസ്പോണ്ടിങ് 20. പക്ഷേ 4 AM കറസ്പോണ്ടിങ് വീണ്ടും ഒരു വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലോജിക്കലി എന്തല്ല? പോസിബിൾ അല്ല. അതുകൊണ്ട് എന്തല്ല? കനോട്ട് ബി കോൾഡ് ആസ് എ ഫംഗ്ഷൻ. ഓക്കെ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. അപ്പം എഫ് ഓഫ് എക്സ് ഇക്വൽ റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടറിയാം. എഫ് ഓഫ് എക്സ് റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എങ്ങനെയായിരിക്കും ഇത് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് കാര്യം ഇത്രയേ ഉള്ളൂ. റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കാണണം? റൂട്ടിനുള്ളിലെ വാല്യൂ 9 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഒരു റാഡിക്കലിനുള്ളിൽ ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. സോ 9 മൈനസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണ് ഇൻഇക്വാലിറ്റി എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നത്? അതിനെ ഒരു -1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. സോ എക്സ് മൈനസ് 3 ടൈംസ് എക്സ് പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഈ ഒരു ഇന്നിക്വാലിറ്റിയെ നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇന്നിക്വാലിറ്റി നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഗ്രേറ്റർ ദാൻ എന്നുള്ള ലെസ് ദാൻ ആകും. സോ എക്സ് മൈനസ് 3 ടൈംസ് എക്സ് പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാകും.
അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണത് 0 ആകുന്നത് നോക്കുക. -3 3. ഓക്കെ, 3യേക്കാളും ഗ്രേറ്റർ ഉള്ള ഒരു വാല്യൂ ഇട്ട് പോസിറ്റീവ് കിട്ടും. എന്തുകൊണ്ടാണ്? ഞാനിവിടെ 4 എന്നുള്ളൊരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ വാല്യൂ ഇവിടെ പോസിറ്റീവ് കിട്ടും. -3ക്ക് 3ക്ക് ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടിയ നെഗറ്റീവ് കിട്ടും. ഓക്കെ, അതായത് 0 ഇട്ട് കഴിഞ്ഞാൽ -3യേക്കാളും ലെസ് ഉള്ളൊരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. അതായത് x-3 ടൈംസ് x+3 എന്നുള്ളൊരു പ്രോഡക്റ്റ് എടുത്തു. 3യേക്കാളും ഗ്രേറ്റർ ആണ് പോസിറ്റീവ്, ലെസ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പം -3ക്കും 3ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുത്താൽ മാത്രമേ 9 - x² ഗ്രേറ്റർ ദാൻ 0 ആവുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 4 എടുത്ത് നോക്കുക. 4 എടുത്തു കഴിഞ്ഞാൽ 9 - x² നെഗറ്റീവ് വരും. നിങ്ങൾക്ക് ഒരിക്കലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ -3ക്കും 3ക്കും ഇടയ്ക്കുള്ള വാല്യൂ 2 എടുക്കുക. 9 - x² പോസിറ്റീവ് വരും. നിങ്ങൾക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. -3ക്ക് താഴെയുള്ള ഒരു വാല്യൂ -4 എടുത്തു. ഈ ഉള്ളിലുള്ളത് നെഗറ്റീവ് ആകും. നിങ്ങൾക്ക് ഒരിക്കലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കുന്നത്? -3, 3 ആയിരിക്കും. ഫോർ എനി വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് -3ക്കും 3ക്കും ഇടയ്ക്ക്. സോറി, ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? -3 3 3. ഇനി നോക്കുക, ഏത് വാല്യൂ ഇട്ട് എടുത്താലും റാഡിക്കലിനുള്ളിൽ കിട്ടുന്ന ഗ്രേറ്റർ ദാൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ അതായത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മിനിമം വാല്യൂ എക്സിന്റെ വാല്യൂ 3 ഇട്ട് കൊടുത്താൽ മിനിമം വാല്യൂ നമുക്ക് എത്ര കിട്ടും? എക്സിന്റെ വാല്യൂ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോ f(3) എന്ന് പറയുന്നത് എത്ര കിട്ടും? f(3) is equal to എത്ര കിട്ടും? 0. f(3) എന്ന് പറയുന്നത് 0 കിട്ടും. f(0) എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 കിട്ടും. ഇതായിരിക്കും ഇതിന്റെ മിനിമം വാല്യൂ, ഇതായിരിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ. സോ റേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0ക്കും 3ക്കും ഇടയിലായിരിക്കും. -3ക്കും 3ക്കും ഇടയ്ക്കുള്ള വാല്യൂ നോക്കുക. -3ക്കും 3ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ നോക്കുക. -3ക്കും 3ക്കും ഇടയ്ക്കുള്ളത്. ഓക്കെ, അതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞ് നോക്കുക 0ക്കും 3ക്കും ഇടയ്ക്ക്. പറഞ്ഞ പോലെ തന്നെ 0 വരുമ്പോഴാണ് ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം വരുന്നത് 3 വരുന്നത്. 3 വരുമ്പോഴായിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ 0 വരുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ടോപ്പിക്. ഓക്കെ, ഇതിനി നിങ്ങൾ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത് സർക്കിളിന്റെ സെമി സർക്കിൾ ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? ബേസിക്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് y = √9 - x² എന്ന് എഴുതാം. y എന്ന് എഴുതുന്ന f(x) എഴുതുന്ന ഐഡന്റിക്കൽ ആണ്. സോ y² = 9 - x² എന്ന് എഴുതാം. സോ x² + y² = 3² എന്ന് എഴുതാം. അതാണ് ഒരു സർക്കിളിന്റെ എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The function t which maps temperature in degree Celsius into temperature in degree Fahrenheit is defined by T of C 9C + 5 + 32. അടുത്തത് T of 0 ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിക്ക് വരെ 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് T of 0 കിട്ടും. T of C കിട്ടണേ 9/5 ടീം C + 32. ഇവിടെ C എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ്, F എന്ന് പറയുന്നത് എന്താണ്? T of C എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള, അതായത് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും 2 സ്കെയിൽ ഉണ്ട്. അത് തമ്മിലുള്ള കൺവേർഷന്റെ റിലേഷൻ ആണ് പറയുന്നത്. അപ്പം 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 0 എന്നുള്ളത് ഇവിടെ C ഇട്ട് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ഫാരൻഹൈറ്റ് ഉള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 28ഉം -10ഉം. അടുത്തത് വാല്യൂ ഓഫ് C when T of C is 212. അതായത് T of C എന്ന് പറയുന്നത് എന്താണ്? ഈ T of Cക്ക് പകരം നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് എഴുതുക. T of C തന്നെയാണ് which is equal to ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, T of C എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ള വാല്യൂ 212 വരുമ്പോൾ, ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ള വാല്യൂ 212 വരുമ്പോൾ 212 is equal to 9C/5 + 32. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഏത് C കൊടുക്കുമ്പോഴാണ് ഡിഗ്രി ഓഫ് C 212 ഫാരൻഹീറ്റ് വരുന്നത്? സോ 212 is equal to 9C/5, 212 - 32, സോ 9C/5 180. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 9 വെച്ച് ഡിവൈഡ് ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഓക്കെ, ഡിഗ്രി ഓഫ് C is 212 when C is equal to 100. ഓക്കെ, f(x) x² + 2. അപ്പം എക്സിന്റെ വാല്യൂ f(x) എഴുതുകയാണ്. 0 എഴുതുകയാണ് 2 കിട്ടും. ഓക്കെ, 1 എഴുതുവാണെങ്കിൽ 3 കിട്ടും. 3 എഴുതുവാണ് 11 കിട്ടും. അതിനെ സ്ക്വയർ ചെയ്യാൻ 2 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 0.3 എഴുതുവാണല്ലോ ശരി, 2.09 ± 0.8 എഴുതുവാണെങ്കിലും 0.64. റേഞ്ച് സെറ്റ് ഓഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 2 എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമുക്ക് 2 to infinity. കാരണം x² ഗ്രേറ്റർ ദാൻ 2 ആണ്. x² + 2 ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 2 ആണ്. അതുകൊണ്ട് റേഞ്ച് എപ്പോഴും എന്തെന്ന് വരും? 2 to infinity എന്നുള്ളൊരു റേഞ്ചിൽ. ഓക്കെ, f(x) = x² + 2ന്റെ ഗ്രാഫ് ഏത് x വാല്യൂ എടുത്താലും എക്സിന്റെ വാല്യൂ 2ന് മണ്ടയിലായിരിക്കും. ഗ്രാഫ് ഈ ഒരു രീതിയിൽ വരും.